അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒരു 4-5 ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ യാതൊരു കേടും ഇതിന് പറ്റുമൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി, പിന്നെ ഒരു മീഡിയം നാളികേരത്തിൻ്റെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ചതച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു പാത്രത്തിൽ 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്ര മതി, വെള്ളം കുറച്ച് മതി. മുട്ടയൊക്കെ കൂട്ടുന്നതാണ്, അപ്പോൾ കൂടുതൽ വേണ്ട. ഞാൽക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. 125 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഈ നാളികേരം ഞാനൊന്ന് നല്ലോണം അരച്ചെടുത്താണ്. വെള്ളമൊന്നും കൂട്ടാതെ തന്നെ ചതച്ചെടുത്തതാണ്. നാളികേരം ചിരവി അതേപോലെ ഇടരുത്. ഒന്ന് ഒതുക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം നല്ലോണം തിളച്ചിട്ട് സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടണം അതേപോലെ തന്നെ ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് മതി, ഇത്ര മതി. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത്തിരി വെള്ളം കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി അരിപ്പൊടിയും കൂടി അതിലേക്ക് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി വാങ്ങി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ശരിക്ക് തണുക്കണം, അത്ര മതി. ഇനി നമുക്കത് വാങ്ങി വെക്കാം. അപ്പോൾ ശരിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ശരിക്ക് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മുട്ട ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിൽ വെള്ളം കൂടുതലുണ്ട് വെച്ചാൽ ഇപ്പോൾ ഇത്തിരി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് പിന്നെ ഏലക്കാപ്പൊടി, 1 ടീസ്പൂണ് എള്ള്, അത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തിരി കുറച്ച് പൊടി ഇട്ട് കൊടുത്താലൊന്നും ഒരു കുഴപ്പമില്ല. എണ്ണയിൽ പൊരിച്ചെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലോണം ഒന്ന് കുഴച്ച് നീട്ടി എടുക്കാനുള്ളതാണിത്. ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ഇത്തിരി കയ്യുമ്മ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നാൽ ഒട്ടിപ്പിടിക്കൂല, കയ്യുമ്മ ഒട്ടിപ്പിടിക്കൂല. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് കൈമാക്കി കൊടുത്ത് ഞാൻ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കി മാറ്റിയാണ് ഓരോന്ന് ഇങ്ങനെ നീട്ടിയെടുക്കണം.
കോരി എടുത്ത് ഒരു ഗോൾഡൻ കളറിൽ പൊരിച്ച് കോരിയാൽ മതി, ബ്രൗൺ ഒന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കഷ്ണമാണിത്. ഇതൊന്ന് കഷ്ണാക്കി കൊടുക്കണം. അതൊന്ന് ഉരുക്കി എടുക്കുകയാണ് വേണ്ടത്. കത്തിയോണ്ടൊന്നും എടുത്തിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഞാനിതൊന്ന് അമ്മിക്കല്ലിൽ വെച്ച് കുത്തി പൊട്ടിക്കുക തന്നെ വേണ്ടി വരും. അങ്ങനെ കുത്തി പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ 2 കഷ്ണം ഞാൻ അമ്മിക്കല്ലിൽ വെച്ച് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. അത് മതിയാവും. പിന്നെ അതിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ സ്റ്റീലിൻ്റെ ഒരു കലത്തിൽ. ഇനി അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ട് സാധാരണ നമ്മൾ അതിൽ പിന്നെ തിളപ്പിച്ചിട്ട് ആവിൻ്റെ ചൂടുകൊണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഉരുക്കിയിട്ടിടണം. നേരിട്ട് ചോക്ലേറ്റ് വെക്കാൻ പാടില്ല. ഒരു കഷ്ണം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തികയില്ലാൻ തോന്നിയപ്പോൾ. ഇനി അതങ്ങനെ നല്ലോണം തീ കത്തിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം. ഇതിലേക്ക് ഒരു 4-5 ടീസ്പൂണ് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് ഒന്ന് ലൂസാവണം, മറ്റേ കുറുകി കിടക്കും. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 5 ടീസ്പൂൺ, ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അങ്ങനെ അത് ഉരുക്കിയെടുക്കുക. ശരിക്കും ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബാക്കി ആ കലത്തിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് അതിൻ്റെ ചൂടാറി കഴിഞ്ഞാൽ കട്ടയായി മാറും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി പൊരിച്ച് വെച്ചതാ ഇതിനെ 2 സൈഡും ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ആണത്. ഇനി ഇങ്ങനെ തുടച്ചു കൊടുക്കുക. വല്ലാതെ ഒലിച്ചിട്ട് എല്ലിൽ ആവരുത് ചോക്ലേറ്റ്. അതിൻ്റെ ആ ഭംഗി പോകും. ആയാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് യാതൊരു കുഴപ്പം വരില്ല. പക്ഷേ ആ ഭംഗി പോകും. ഇങ്ങനെ 2 ഭാഗം അങ്ങനെ പൊപ്പിയിട്ട് അങ്ങനെ എടുത്തു കൊടുക്കുക. ഒരു ഗ്ലാസിൻ്റെ മേലേക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എല്ലാതും ചോക്ലേറ്റ് ഞാനിങ്ങനെ ഒപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കേണ്ടി. ഉരുകിയ ചോക്ലേറ്റ് ഒന്ന് ശരിക്ക് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഇനി വെക്കണമെന്നൊന്നുമില്ല, ഫാനിൻ്റെ ചോട് കൊണ്ടുവച്ചാലും ശരിക്ക് ഉറച്ച് കിട്ടും. അപ്പം ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് ശരിക്കും എനിക്ക് ചോക്ലേറ്റൊക്കെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ആരോട്ട് ബിസ്ക്കറ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്യാം കേട്ടോ. ഒന്ന് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഉരുക്കിയത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് അങ്ങനെ അലങ്കരിച്ച് വെക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ, തിന്നാൻ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായ ചോക്ലേറ്റ് ടൈം ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതേപോലെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയിൽ പ്ലേറ്റിൽ വെക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. കുട്ടികളൊക്കെ ഓരോന്നൊക്കെ തിന്നുന്നുണ്ട്, അവർക്ക് ഇനിയും വേണം പറയണ്ടേ. ഏതായാലും ഇത് വേഗം ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പം ഇനി ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.